വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പുട്ടാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ മസാല ഉണ്ടാക്കുന്നതിന് മുന്നേ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗം കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതിനെ എന്നിട്ട് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആദ്യം റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്. ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഇതിൻ്റെ പച്ചക്കുത്ത് മാറിയിട്ടുണ്ട്, ഒന്ന് കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കൊത്തി വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ചെറുതായി പൊടി പൊടിയായിട്ട് വേണം സവാള അരിയാൻ വേണ്ടിയിട്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ നല്ലവണ്ണം ഈ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് വേഗം തന്നെ നമുക്ക് വാടിക്കിട്ടും. അല്പം ഉപ്പ് കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി സവാള ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ മസാല കരിഞ്ഞു പോകും. ഇനി ആദ്യം തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം. ഇത്രയും മസാലകളാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളുടെ കുത്ത് മാറുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ആ കുത്ത് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടെ നമുക്കിതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിടുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് വഴറ്റി എടുക്കാൻ പറ്റും. ഇപ്പം എൻ്റെ കയ്യിൽ ചിക്കൻ വേവിച്ചതിൻ്റെ സ്റ്റോക്ക് ഉണ്ട്, ചിക്കൻ്റെ ആ വെള്ളമുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ സ്റ്റോക്ക് അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല നമുക്കിത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഗ്രേവി പോലെ കിട്ടിയില്ലേ. ഇനി നമുക്കിതിലേക്ക് ഇപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവും. ഉപ്പൊക്കെ നോക്കാം, വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ ചിക്കൻ്റെ ബാക്കി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കാം. ഇതുകൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഗ്രേവിയോടെയാണ്, കുറച്ച് ഗ്രേവി വേണം ഈ മസാലയ്ക്ക്. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ കുറേയൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു കുറച്ച് ഗ്രേവി നമുക്ക് വേണം. നമുക്ക് പുട്ടിൽ കുഴച്ചെടുക്കാൻ കൂടെ വേണ്ടതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടെ നമുക്ക് വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രേവി റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. ആവശ്യത്തിന് പുട്ടുപൊടി എടുക്കുക. ഇപ്പോൾ ഒരു 2 കുറ്റി പുട്ടുണ്ടാക്കാനുള്ള അത്രയും ആവശ്യത്തിനുള്ള പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക്
കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനിൽ നല്ലോണം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ കുറച്ച് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. മുഴുവനായിട്ടും കുഴച്ചെടുക്കരുത്. കാരണം നമ്മളിനി ഇതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആ മസാലയും കൂടെ ചേർത്ത് കുഴച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പം വെള്ളം ചേർത്ത് മുഴുവനായും കുഴച്ചെടുക്കരുത്. അതിൻ്റെ ഒരു പകുതി പാകാകുമ്പോൾ നമുക്കിത് മതിയാക്കണം. അതല്ലെങ്കിൽ എല്ലാം കൂടെ വെള്ളമായ പോലെ ആയിരിക്കും. ഒരു പകുതി ഭാഗം മാത്രമേ നമ്മൾ കുഴച്ചെടുക്കാൻ പാടുള്ളൂ. വെള്ളം ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് ഞാൻ പുട്ട്. അപ്പോൾ പകുതിയോളം ഇപ്പം റെഡി ആയിട്ടുണ്ട്. പകുതി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഒരു കുറ്റി പുട്ടിന് വേണ്ടിയുള്ള പൊടി മാത്രം വയ്ക്കാം. ബാക്കി നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു കുറ്റി പുട്ടിനുള്ള പൊടിയുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചൂടുണ്ട്. ഇനി ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഗ്രേവിയോടെ മസാല റെഡിയാക്കി എടുക്കാൻ പറഞ്ഞത്. ചൂട് പോയിട്ടുണ്ട്. നമുക്കിനി കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും പുട്ടും എല്ലാം നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ പുട്ടിൻ്റെ കൂട്ട് റെഡിയായി. നമുക്കിനി ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ കൂടെ വേണം നമ്മുടെ പുട്ടുണ്ടാക്കിയെടുക്കാൻ. കുറ്റി എടുത്തിട്ടുണ്ട്. കുറ്റിയിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ നോർമൽ പുട്ടുണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ കുറച്ച് തേങ്ങ ഇട്ടു. ഇനി നമ്മുടെ ഈ പുട്ട് പൊടിയും ചിക്കനും കൂടെ മിക്സ് ചെയ്തത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി കുറച്ച് തേങ്ങ കുറച്ച് കനത്തിലൊന്നും. ഇനി ചിക്കൻ. ഇപ്പോൾ നമ്മുടെ കുറ്റിയിൽ പുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി കുറ്റി വെച്ച് കൊടുക്കാം. ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറ്റി വെച്ച് കൊടുക്കാം. പുറത്തേക്ക് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പുട്ടിന് ആവി വന്നിട്ടുണ്ട്. നമ്മുടെ പുട്ട് ചിക്കൻ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് എടുക്കാം. നമ്മുടെ പുട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് തള്ളി കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ചിക്കൻ പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് ആവി പറക്കുന്ന നല്ല ചിക്കൻ പുട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്.